ഹലോ. സാധാരണ ആൾക്കാരുമായിട്ട് സാധാരണ പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഒക്കെ പഠിക്കുന്ന സീരീസാണ് ഇത്. അതിലത്തെ 4ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 3 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കോമെൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ നോക്കി കണ്ടോളൂ കേട്ടോ. ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഹലോ, എൻ്റെ പേര് വിനി. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ കൂടെ കുറേ കാലമായിട്ടുള്ളവരാണെങ്കിൽ കമോൺ, നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യണം. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടാവുമെന്ന് വിചാരിക്കണം. കുറേ പേര് വീഡിയോ സീരീസ് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഒന്നും ചെയ്യാനില്ല, എല്ലാ പണിയും തീർത്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക? അപ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഇരിക്കണേ, അല്ല ഒന്നും ചെയ്യാനില്ല, അങ്ങനെ പറയില്ലേ? എങ്ങനെ പറയാം? അപ്പോൾ ചെയ്യുക എന്താ വാക്ക്? ഡു. അപ്പോൾ പറഞ്ഞോളൂ. There's nothing to do. എന്തോ ചെയ്യാനുണ്ട്, അങ്ങനെ പറയും. There's something to do. വെരി ഗുഡ്. ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കണം. കുറേ പേര് ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ചെയ്തു എന്ന് വിചാരിക്കണം, അത് കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്തത്, നല്ല കുറേ അവസരങ്ങളുണ്ട് കേട്ടോ. എങ്ങനെ പറയും? അവസരങ്ങൾ. അവിടെയാണ് സ്റ്റക്കാവുക. എന്താ അവസരത്തിന് ഇംഗ്ലീഷിൽ പറയുക? ഓപ്പർച്യൂണിറ്റി. അപ്പോൾ കുറേ നല്ല അവസരങ്ങളുണ്ട്. There are many good opportunities. നല്ല എന്ന് പറയാൻ good. There are many good opportunities. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം കോമെൻറ്റിൽ ഒരാൾ തെറ്റിച്ചിടും. ഈ സെൻറ്റൻസ് ഏകദേശം ശരിയാക്കി, പക്ഷേ ഏകദേശം ശരിയാക്കിയാൽ ശരിയാവില്ല. കറക്റ്റായി പറഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് വീണ്ടും തെറ്റും. ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ there are many mango അങ്ങനെ എന്തോ ഒരു കാര്യമാണ്, ഒരു സിംഗുലർ ഉപയോഗിച്ചു. there are many mango അങ്ങനെ പറയരുത്. there are many mangoes. there are many opportunity അല്ല, there are many opportunities. പ്ലൂറിൽ തന്നെ പറയണം, ശ്രദ്ധിക്കണം കേട്ടോ. അത് ഓരോ സെൻറ്റൻസിലും നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്ലൂറിൽ വരുന്ന സമയത്ത് അത് തന്നെ പറയണം. ഇവിടെയൊക്കെ പ്ലൂറിലാണ് വരിക. there are no അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് സിംഗുലർ വരിക. കുറേ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്ലൂറിൽ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സെൻറ്റൻസ് തെറ്റും. ഓക്കെ. there are many opportunities. ഓക്കെ. അടുത്തത്, കുറച്ച് അവസരങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പറയും. there are a few opportunities. Yes, you're right. there are a few opportunities. അങ്ങനെ പറയാം. കുറച്ച് അവസരങ്ങളൊക്കെ ഉണ്ട്. അവസരം തന്നെയാണ് പറയുക. കുറച്ച് സാധ്യതകൾ ആ രീതിയിലാണ് പറഞ്ഞിട്ട്. അപ്പോൾ ജോബ് ഓപ്പണിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെ. ഇനി കുറച്ച് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ, കുറച്ച് സാധ്യതകളേ അവസരങ്ങളേ ഉള്ളൂ ഇവിടെ, അങ്ങനെ പറയണമെങ്കിലോ? there are few opportunities. അപ്പോൾ ഇവിടെയെന്ന് ചേർക്കണമെങ്കിൽ ഹിയർ. there are few opportunities. അടുത്തത്, അപ്പോൾ ഈ 3-4 കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒന്നുകൂടെ പോയി കണ്ടതൊന്ന് ക്ലിയർ ആക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ. അടുത്തത്, അങ്ങനെ ഞങ്ങളിങ്ങനെ ധാരാവിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുത്തനൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക, മുംബൈയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കുക? ഹാവ് യു എവർ ബീൻ ടു മുംബൈ? അല്ലേ, ഗോൺ അല്ല ഉപയോഗിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു എവർ ബീൻ ടു മുംബൈ? ഹാവ് യു എവർ ബീൻ ടു മുംബൈ? എപ്പോഴെങ്കിലും മുംബൈയിൽ പോയിട്ടുണ്ടോ? ഇത് തന്നെ എപ്പോഴെങ്കിലും എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല. ഹാവ് യു ബീൻ ടു മുംബൈ? മുംബൈയിൽ പോയിട്ടുണ്ടോ? ആ രീതിയിൽ ചോദിക്കാം. എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഹാവ് യു എവർ ബീൻ ടു മുംബൈ? ഇനി അപ്പോൾ നമ്മൾ ധാരാവി ഒറ്റ രാത്രിയിൽ ഒഴിപ്പിച്ചൊരു കഥ പറയാണ് കേട്ടോ. അപ്പോൾ ആൾ പറയാം, ഞാനിത് ഒരിക്കലും കേട്ടിട്ടില്ല ഇതിനെക്കുറിച്ച് കേട്ടോ. അതെങ്ങനെ പറയും? I've never heard about this. I've never heard. V3 വേണേ. ഹിയർ കേൾക്കുക, അതിൻ്റെ V3 ഫോം ഹേർഡ്. I've never heard about this. About this എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് I've never heard, പിന്നെ എന്താണെന്നും കൂടെ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ അവിടെ ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കും. ഇതിപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയണേ? നമ്മളെ കോൺടെക്സ്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ചില വേർബ്സിൻ്റെ കൂടെ ഇത്തിരി കൂടെ ഇൻഫർമേഷൻ കൊടുക്കണം. ഹി ഹാസ് നെവർ ടേക്കൺ എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്. ടേക്കൺ എന്തെങ്കിലും എന്താ എടുക്കാത്തത് എന്നുള്ള ആ സാധനം അവിടെ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ. അത് ഒരു ടിപ്പിക്കൽ തെറ്റാണ്. അത്യാവശ്യം നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ കുഴപ്പമില്ല കേട്ടോ, നന്നായി ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ ഞാൻ എടുത്തു പറയണം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആക്കാമല്ലോ, അതിനുവേണ്ടി പറയണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരിക്കലും കേട്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. ഐ ഹവ് നെവർ ഹേർഡ് അബൌട്ട് ദിസ്. അടിപൊളി. അടുത്തത്, അവൻ ഒരിക്കലും ലേറ്റായിട്ട് വരാറില്ല. വരിക, കം.
അപ്പോൾ V3 ഫോം വേണേ. കമ്മിൻ്റെ V3 ഫോം എന്താ? അതും കം തന്നെയാണ്, കെയിം അല്ല കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം? അവൻ, ഹി ഒരിക്കലും ലേറ്റായിട്ട് വരാറില്ല. എങ്ങനെ പറയാം? ഹി ഹാസ് നെവർ കം ലേറ്റ്. ഹി ഹാസ് നെവർ കം ലേറ്റ്. എന്താണ് അത് ചുരുക്കിയിട്ട് പറയാം? ഹീസ് നെവർ കം ലേറ്റ്. അപ്പോൾ ഹി ഹാസിനെ ഹീസ് എന്ന് പറയും. ഹീസ് എന്ന് പറയുമ്പോൾ ഹി ഇസ് ആവാം അല്ലെങ്കിൽ ഹി ഹാസ് ആവാം. ഓരോ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അത് മാറാം. പക്ഷേ അത് നമുക്ക് അറിയണം കേട്ടോ എന്താണെന്ന്. ഹീസ് നെവർ കം ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നെവർ കം ലേറ്റ്. അടുത്തത് നമ്മളിങ്ങനെ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മതിയോ എന്ന് ചോദിക്കും. എങ്ങനെ പറയാം? ഈസ് ഇറ്റ് ഇനഫ്? ഈസ് ഇറ്റ് ഇനഫ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. മറന്നുപോയോ എല്ലാം? നിങ്ങൾ ഈ റിവൈസ് ചെയ്യുന്ന സാധനങ്ങളെ ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഓർമ്മയില്ല അതൊന്ന് പറയുമോ? എനിക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ റിവൈസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഭാഗം കൂടെ ഒഴിവാക്കാമല്ലോ. ഇരിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ടോ എങ്ങനെ ചോദിക്കും? ഈസ് ദെയർ ഇനഫ് സ്പേസ് ടു സിറ്റ്? നമ്മൾ പ്ലേസ് ആണ് സ്ഥലം, പക്ഷെ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെ ആവശ്യത്തിന് സ്ഥലം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സ്പേസ് എന്നാണ് യൂസ് ചെയ്യുക. പൊതുവെ പ്ലേസ് എന്ന് ഉപയോഗിക്കില്ല കേട്ടോ അവിടെ. അപ്പോൾ എങ്ങനെ പറയാം? ഈസ് ദെയർ ഇനഫ് സ്പേസ് ടു സിറ്റ്? ഇരിക്കാൻ, ടു സിറ്റ്. രണ്ടാൾക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. എങ്ങനെ പറയും? there's enough space for two. there's enough space for two അല്ലെങ്കിൽ for two people. there's enough space for two. അടുത്തത് ഇതിൽ നമ്മൾ ഒരു പുതിയൊരു കാര്യം ചെറുതായിട്ടൊന്ന് പഠിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചതിന് റിവിഷൻ തന്നെയാണ്. അതിനൊന്നുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നല്ല സൗകര്യപ്രദമായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട്. അതിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ there's enough space for everyone. എല്ലാവർക്കും എന്തിന്? to sit comfortably. there's enough space for everyone to sit comfortably. ഒന്ന് പറയുമോ എൻ്റെ കൂടെ? there's enough space for everyone to sit comfortably. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, പക്ഷേ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ആവശ്യത്തിന് ഒരു സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. എങ്ങനെ പറയും? there's enough space. എല്ലാവർക്കും, for everyone. എന്തിന്? ഇരിക്കാൻ. to sit comfortably. ഇവിടെ നമ്മൾ സ്പേസിന് പകരം പലപ്പോഴും കണ്ടുവരുന്ന ഒരു വാക്ക് റൂമാണ്. there's enough room for everyone to sit comfortably. അതിൻ്റെ അർത്ഥം റൂമിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്നല്ല, ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ റൂം എന്ന് പറഞ്ഞാൽ മുറി എന്നൊരു അർത്ഥമുണ്ട്, സ്പേസ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്ന് പറയാൻ വേണ്ടി there's enough room എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ there's enough room for everyone അങ്ങനെ പറയാം. അതിൻ്റെ അർത്ഥം 5 റൂം ബുക്ക് ചെയ്തു അത് മതി എല്ലാവർക്കും കൂടിയിട്ട് എന്നുള്ള ആ അർത്ഥമല്ല അവിടെ വരിക കേട്ടോ. ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എന്നാൽ അടുത്ത സെൻറ്റൻസ് പറയോ? എല്ലാവർക്കും നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ആവശ്യത്തിന് സ്ഥലം ഇല്ല. എങ്ങനെ പറയും? there isn't enough room for everyone to sit comfortably. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പഠിച്ചൊരു സംഭവം, ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തൂ. ചിലപ്പോൾ ഭയങ്കര കൊഞ്ചിയിട്ടൊക്കെ സംസാരിക്കില്ലേ? അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ സംസാരിക്കല്ലേ. എങ്ങനെ പറയാം? സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയെന്ന് പറയാൻ ലൈക്ക് ദാറ്റ്. സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. എന്താണ്? ചെറിയ കുട്ടിയാണെന്നാണോ വിചാരം? സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. ഇനി എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിപ്പിക്കൂ ടീച്ചർ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലേ, പുതിയത് പഠിപ്പിക്കൂ. സ്റ്റാർട്ട് ടീച്ചിങ് സംതിങ് ന്യൂ. സംതിങ് ന്യൂ എന്ന് വെച്ചാൽ എന്തെങ്കിലും പുതിയത്. സ്റ്റാർട്ട് ടീച്ചിങ് സംതിങ് ന്യൂ. എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കൂ. ഇനി കുറേ കാലമായാലും ഞങ്ങൾ ഇതുതന്നെ പഠിക്കണു. സ്റ്റാർട്ട് ടീച്ചിങ് സംതിങ് ന്യൂ. റെഡിയാണോ നിങ്ങൾ? ആർ യു റെഡി? ആർ യു റെഡി? ഞാൻ ഈ വീഡിയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ലിസ്ണിംഗ് ടു ദിസ് വീഡിയോ. ഐ എം ലിസ്ണിംഗ് ടു ദിസ് വീഡിയോ. ഐ എം ലിസ്ണിംഗ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ വീഡിയോ. ഐ എം ലിസ്ണിംഗ് ടു ദിസ് വീഡിയോ അല്ലേ? ഐ എം ഈറ്റിംഗ്, ഐ എം ഹാപ്പി, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ സെൻറ്റൻസുകളാണ്. ഐ എം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ എം ലിസ്ണിംഗ്. എന്തിനാണ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കണേ? എന്ത് കാര്യത്തിലാണ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കണേ? ടു ദിസ് വീഡിയോ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ സംഭവം തുടങ്ങുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ 2 പ്രത്യേക തരം വാക്കുകൾ ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഡഷി, ഒന്ന് ഡസി. ഇങ്ങനെ ഡഷിയും ഡസിയും. ഇതൊന്ന് ഓർത്ത് വയ്ക്കോ. ഇത് ഓർത്ത് വെച്ചാൽ നമ്മൾ ഗ്രാമറൊന്നും പഠിക്കാണ്ട് തന്നെ എനിക്ക് എല്ലാം പറഞ്ഞുതരാൻ പറ്റും.
ഒന്ന് ഡഷീം, ഒന്ന് ഡസീം. നമ്മുടെ 2 ഗഡികളാണ് അല്ലേ? അപ്പോൾ ഇത് പഠിച്ചല്ലോ. ഇനി നമ്മുടെ സെൻറ്റൻസുകൾ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ അത് സംഭവം എന്ന് മനസ്സിലാവും കേട്ടോ. ഡഷീം, ഡസീം. ഓക്കെ. അപ്പോൾ ചിക്കൻ കഴിക്കാറുണ്ട് നിങ്ങൾ അല്ലേ? അങ്ങനെ ചോദിക്കും. ചില ആൾക്കാർ ചിക്കനൊന്നും കഴിക്കില്ല. അപ്പോൾ വീഗൻസും വെജിറ്റേറിയൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, കഴിക്കാറുണ്ടോ നിങ്ങൾ, ചിക്കൻ കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുമോ എന്ന് ചോദിക്കില്ലേ? എന്ന് വെച്ചാൽ അങ്ങനത്തെ ശീലമുണ്ടോ? സെൻറ്റൻസ് ഡു യു ഈറ്റ് ചിക്കൻ, ഡു യു ഈറ്റ്. അപ്പോൾ നമ്മൾ ഡഷീം ഡസീമിൻ്റെ ഒപ്പം ഡു യു ഈറ്റ് ചിക്കൻ, ഡു യു ഒരുമിച്ച് പറയാം. ഡു യു, ഡഷി ഡസി ഡു യു. ഇത് 3 ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. ഡു യു ഈറ്റ് ചിക്കൻ, ഡു യു എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഡു യു ഈറ്റ് ചിക്കൻ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ഉത്തരം കൊടുക്കുക? ഞാൻ മുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. അത് പൊതുവേ അങ്ങനെ പറയാതെ കേൾക്കാറുണ്ട്. എങ്ങനെ പറയാം? അപ്പം മാത്രം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഓൺലി, അങ്ങനെ വാക്കുണ്ട്. ഓൺലി. ഈ ഓൺലി പറയുമ്പോൾ ഒള്ളി എന്ന് പറയരുത് കേട്ടോ. ഉള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഒള്ളി എന്ന് പറയരുത്. അത് ഭയങ്കര നമ്മുടെ മലയാളം ഇൻഫ്ലുവൻസ് വന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമുക്ക് പ്രൊനൗൺസിയേഷൻ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഓൺലി ഈ ഉള്ള ശബ്ദത്തിൽ അത് വളരെ ലൈറ്റായിട്ട് അവർ പറയുക. ഒള്ളി എന്ന് പറയില്ല, ഓൺലി. നോ, ഐ ഓൺലി ഈറ്റ് എഗ്സ്. ഇല്ല, ഞാൻ എഗ്സ് മാത്രമേ കഴിക്കാറുള്ളൂ. ഐ ഈറ്റ് എഗ്സ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ എഗ്സ് കഴിക്കാറുണ്ട്. ഡു യു ഈറ്റ് എഗ്സ് എന്ന് പറഞ്ഞാൽ എഗ്സ് കഴിക്കാറുണ്ടോ? അതുപോലെ തന്നെ ചിക്കൻ കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ചിക്കൻ? ഐ ഓൺലി ഈറ്റ് എഗ്സ്. നോ, ഐ ഓൺലി ഈറ്റ് എഗ്സ്. അത് സംഭവം മനസ്സിലായോ? സ്ട്രക്ചർ മനസ്സിലായോ? ഡു യു, ഡഷി, ഡസി. ഈ 3 പേരെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും അവളെ കാണാറുണ്ടോ? എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല അവൻ എല്ലാ ദിവസവും അവളെ കാണുന്നത്. എൻ്റെ ഫ്രണ്ടാണേ. അപ്പോൾ ഞാൻ ചോദിക്കുക, നീ എല്ലാ ദിവസവും അവളെ കാണാറുണ്ടോ? ഞാൻ ചോദിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തി കേട്ടോ, നമ്മുടെ ശീലങ്ങൾ, എല്ലാ ദിവസവും ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പോൾ തുടങ്ങുകയാണ് നിന്നെക്കുറിച്ചല്ലേ ചോദിക്കണേ. നീ എല്ലാ ദിവസവും. അപ്പോൾ ഡു യു കാണുക. സീ ഹെർ. ആരെ? ഡു യു സീ എവറി ഡേ എന്ന് ചോദിക്കരുത്. അവളെ ഡു യു സീ ഹെർ എവറി ഡേ. ശ്രദ്ധിക്കേണ്ടത് എവറി ഡേ 2 വാക്കാണ് കേട്ടോ. ഡു യു സീ ഹെർ എവറി ഡേ, ഡു യു സീ ഹെർ എവറി ഡേ. ഓക്കെ. ഉത്തരം എന്താ കൊടുക്കുക? എല്ലാ ദിവസവും ഇല്ല, പക്ഷേ മിക്ക ദിവസം കാണാറുണ്ട്. അങ്ങനെ പറയില്ലേ? എങ്ങനെ പറയാം? നോട്ട് എവറി ഡേ, ബട്ട് പക്ഷേ മോസ്റ്റ് ഡേയ്സ്. മിക്ക ദിവസവും, മോസ്റ്റ് ഡേയ്സ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡു യു വാച്ച് മൈ വീഡിയോസ് എവറി ഡേ? എന്താ ഉത്തരം കൊടുക്കുക? ഒന്നില്ലെങ്കിൽ ഐ വാച്ച് യുവർ വീഡിയോസ് എവറി ഡേ, എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഐ ഡോണ്ട് വാച്ച് യുവർ വീഡിയോസ് എവറി ഡേ, ഐ ഡോണ്ട് വാച്ച് യുവർ വീഡിയോസ് എവറി ഡേ ബട്ട് മോസ്റ്റ് ഡേയ്സ്. അല്ലെങ്കിൽ ബട്ട് വെനെവർ ഐ ഗെറ്റ് ടൈം, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. ബട്ട് വെനെവർ ഐ ഗെറ്റ് ടൈം. അപ്പം നമ്മൾ ഈ ചോദ്യം മാത്രമല്ല, അതിൻ്റെ ഒപ്പം അതിനോട് ചേർന്ന് ആ ഉത്തരങ്ങളും പഠിച്ചു പോവുകയാണെ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഇപ്പം തന്നെ ഇങ്ങോട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിങ്ങനെ സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ഈ ലെസൺ എസ്പെഷ്യലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി വരുന്ന ഉത്തരങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് നല്ല വൃത്തിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള, എന്നുവെച്ചാൽ രസകരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമ്മൾ മലയാളികൾ പൊതുവേ നേരെ ചൊവ്വ കാര്യം പറയില്ല. നമുക്കൊന്നിത്തിരി സർക്കസിക്കണ്ടേ? സർക്കസിക്കാന്ന് വെച്ചാൽ സർക്കാസം എന്ന് വെച്ചാൽ നമുക്ക് നേരെ ചൊവ്വൊന്നും പറയില്ല. ഒരിത്തിരി ആളെ കളിയാക്കിയിട്ടേ നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അതാണ് സർക്കാസം. അപ്പോൾ സർക്കാസം നമ്മൾ യൂസ് ചെയ്ത്, അത് ഞാൻ മലയാളത്തിൽ സർക്കസിക്കുക എന്ന് പറയുക. അത് ശരിക്കുമുള്ള വാക്കല്ല കേട്ടോ, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ വാക്കാണ് സർക്കസിക്കുക. അപ്പോൾ ഈ സർക്കസിച്ച് നമ്മൾ പറയുന്ന ഉത്തരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. വീണ്ടും ചൂട് വന്നു തുടങ്ങി ഗൈസ്. ഒരു സെക്കൻഡ്, ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഡു യു വാച്ച് മൈ വീഡിയോസ് എവറി ഡേ? എങ്ങനെ ഉത്തരം എഴുതാം? വേണമെങ്കിൽ സിമ്പിളായിട്ട് നോട്ട് എവറി ഡേ ബട്ട് മോസ്റ്റ് ഡേയ്സ്. മിക്ക ദിവസവും. നോട്ട് എവറി ഡേ ബട്ട് മോസ്റ്റ് ഡേയ്സ്. അല്ലെങ്കിൽ എവറി ഡേ കാണാറുണ്ടെങ്കിൽ യെസ് ഐ വാച്ച് യുവർ വീഡിയോസ് എവറി ഡേ. ഐ വാച്ച് കാണാറുണ്ട് യുവർ വീഡിയോസ്, നിങ്ങളുടെ വീഡിയോസ് എവറി ഡേ. അല്ലെങ്കിൽ കാണാറില്ലെങ്കിൽ ഐ ഡോണ്ട് വാച്ച് യുവർ വീഡിയോസ്. എന്തിനാണിത് ഞാൻ എല്ലാ ദിവസവും കാണുന്നത്? വേറെ പണിയില്ലേ? ഐ ഡോണ്ട് വാച്ച് യുവർ വീഡിയോസ് അറ്റ് ഓൾ. തീരെ അറ്റ് ഓൾ. ഇന്നൊരു അബദ്ധത്തിൽ ഇരുന്ന് കാണേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ കാണാറില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം എഴുതാം. ചോദ്യം മനസ്സിലായി? ഡു യു വാച്ച് മൈ വീഡിയോസ് എവറി ഡേ? അപ്പം 3 രീതിയിൽ പറയാം. കാണാറുണ്ട്, വല്ലപ്പോഴും കാണാറുണ്ട്, തീരെ കാണാറില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് കേട്ട് വേണമെങ്കിൽ ആ പാർട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ.
ഞാൻ ഒന്നുകൂടെ പറയാത്. ഡു യു സീ ഹർ എവറി ഡേ? നോട്ട് എവറി ഡേ, ബട്ട് മോസ്റ്റ് ഡേയ്സ്. ഐ ഡോണ്ട് സീ ഹർ എവറി ഡേ. ഐ ഡോണ്ട് സീ ഹർ അറ്റ് ഓൾ. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയാം. ഇനി ഡു യു സ്മോക്ക്? നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? ഡോക്ടർ ചോദിക്കുകയാണ്, ലങ്സിന് ഭയങ്കര കൺജഷനൊക്കെ ആയിട്ട് ഒരാൾ വന്നതാണ്. ഡു യു സ്മോക്ക്? വലിക്കാറുണ്ടോ? കേട്ടോ, നിങ്ങൾ വലിക്കാറുണ്ടോ? ഡു യു സ്മോക്ക്? പാടില്ല, എനിക്ക് അത് അനുവദിച്ചിട്ടില്ല. ആരാ? ഭാര്യ സമ്മതിക്കില്ല. അങ്ങനെ എങ്ങനെ പറയാം? നോ, ഐ ആം നോട്ട് അലൗഡ് ടു. എനിക്കതിനുള്ള എന്താ പറയുക, അതിനെ അനുവദിച്ച് കിട്ടിയിട്ടില്ല, വലിക്കാൻ സമ്മതിക്കില്ല എന്നെ. അപ്പോൾ നോ, ഐ ആം നോട്ട് അലൗഡ് ടു. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇരുന്ന് എന്തെങ്കിലും സിഗരറ്റൊക്കെ വലിക്കാൻ നോക്കുമ്പോൾ എടാ വലിക്കാൻ പറ്റില്ല. ഡു യു സ്മോക്ക് നോക്കുമ്പോൾ ഇല്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയണ്ട. ഐ ആം നോട്ട് അലൗഡ് ടു. എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് ലങ്സിനൊക്കെ, അപ്പോൾ ഐ ആം നോട്ട് അലൗഡ് ടു. അത് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഞാൻ ചെയ്യാൻ പാടുള്ള കാര്യമല്ല അത്. ഐ ആം നോട്ട് അലൗഡ് ടു. ഐ ആം നോട്ട് അലൗഡ് ടു. നല്ല സെൻസ് അല്ലേ? അല്ലെങ്കിൽ ഡു യു ഡ്രിങ്ക്? നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? നോ, ഐ ആം നോട്ട് അലൗഡ് ടു. ഞാൻ മദ്യപിക്കാൻ എനിക്ക് അനുവാദമില്ല. ഐ എം നോട്ട് അലൗഡ് ടു. കുറച്ച് ലിവറിനൊക്കെ പ്രശ്നമുണ്ടേ, സോ ഐ എം നോട്ട് അലൗഡ് ടു. ഓക്കെ, അടുത്തത് അവർക്ക് അറിയോ? ഇപ്പം നമ്മൾ വലിയൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ അവർക്കറിയോ? എങ്ങനെ പറയും? അറിയുക, നോ. സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കി. അവർ, ദേ. അപ്പോൾ ഡു യു പോലെ ഡു ദേ. ഡു ദേ നോ? അവർക്കറിയോ? ഡു ദേ നോ? ചിലപ്പോൾ അങ്ങനെ പറയും. മേ ബി, ചിലപ്പോൾ അറിയായിരിക്കും അല്ലേ, മേ ബി. അപ്പോൾ കണ്ടോ, നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ യെസ്, ദേ, നോ അങ്ങനെയൊന്നും അധികം പറയില്ല. പറയാം കേട്ടോ, യെസ്, ദേ, നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പറയാം. കാഷ്വലായി സംസാരിക്കുമ്പം അറിയായിരിക്കാം, ആർക്കറിയാം, ആ ടൈപ്പല്ലേ നമ്മൾ പറയാം. അപ്പോൾ മേ ബി, നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ അറിയുണ്ടാവൂലേ, മേ ബി. ഒറ്റ വാക്കാണ് മേ ബി. മേ ബി രണ്ട് വാക്കുള്ള വേറെ സംഭവമുണ്ട്, നമുക്ക് പറ്റുവാണെങ്കിൽ ഈ സീരീസിനെ പഠിക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് മേ ബി. അപ്പോൾ ആർക്കറിയാം, ചിലപ്പോൾ അറിയുണ്ടാവും. ഓക്കെ, ഇനി ക്ഷീണമുള്ള പോലെ ഉണ്ടോ എന്നെ കണ്ടിട്ട്? എങ്ങനെ പറയാം? അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകൾ കണ്ടോ? ഇങ്ങനെ ചെയ്യാറുണ്ടോ, വലിക്കാറുണ്ടോ, ഓടാറുണ്ടോ, മീൻ കഴിക്കാറുണ്ടോ മുതലായ സെൻറ്റൻസുകൾ. പക്ഷെ പെട്ടെന്ന് നമ്മൾ മാറി, അവർക്ക് അറിയോ? അങ്ങനത്തെ സെൻറ്റൻസ് ഒറ്റ തവണ ചെയ്യുന്നതല്ലേ, അവർക്കറിയാം, അവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ, അവർക്കറിയോ? അങ്ങനത്തെ സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണോ, ഈ ഒരു അറിവ് അവർക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കും. ഡു ദേ നോ? അവർക്കറിയോ? ഞാൻ കാണാൻ ടയേർഡാണോ? അങ്ങനെ പറയാം. കാണാൻ, ലുക്ക് ചെയ്യുമ്പോൾ, എന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ടയേർഡായിട്ട് കാണപ്പെടുന്നുണ്ടോ? ഡു ഐ ലുക്ക് ടയേർഡ്? ഡു ഐ ലുക്ക് ടയേർഡ്? ഓക്കെ, ഡു ഐ ലുക്ക് ടയേർഡ്? അപ്പോൾ ഒരാൾ ടയേർഡായിട്ട് ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുക നമ്മുടെ അടുത്ത്, ഡു ഐ ലുക്ക് ടയേർഡ്? അപ്പോൾ നമുക്കറിയില്ല ഇതിന് എന്താ ഉത്തരം കൊടുക്കണേ. ഇയാൾക്ക് ഇനി ടയേർഡ് ആവണോ അതോ ഇനി ഭയങ്കര ടയേർഡ് അല്ലാതിരിക്കണോ? അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ ശരിക്കും വേണ്ടത്? ടയേർഡാണെന്ന് പറയണോ? ഡു യു വോണ്ട് ടു ലുക്ക് ടയേർഡ്? നിങ്ങൾക്ക് ടയേർഡായി കാണപ്പെടണോ? അതാണോ വേണ്ടത്? അങ്ങനെ ഡു യു വോണ്ട്, നിങ്ങൾക്കതിന് ആവശ്യമുണ്ടോ? ടയേർഡായിട്ട് കാണപ്പെടണോ നിങ്ങളെ? ഡു യു വോണ്ട് എന്ത്? ടു ലുക്ക് ടയേർഡ്. നിങ്ങൾക്ക് ടയേർഡായിട്ട് കാണപ്പെടണോ? ഡിഫിക്കൽട്ട് ആയിരിക്കാം, പക്ഷെ ഞാൻ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ജനറലി നമ്മൾ ചോദിക്കാം. ഇപ്പോൾ ഒരാൾ കള്ളത്തരം കാണിക്കുക, അപ്പോൾ പനിയൊക്കെ അഭിനയിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചർ അടുത്ത് അയ്യോ എന്താ ലേറ്റായി, പനി അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ടീച്ചറെ, ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ലഞ്ച് ബ്രേക്കിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ലഞ്ച് ബ്രേക്കിന് മുമ്പ് നമ്മൾ ആ ഫ്രണ്ടിനോട് പറയാം, ഡു ഐ ലുക്ക് ടയേർഡ്? അപ്പോൾ നമ്മൾ ഫ്രണ്ട് ചോദിക്കും, ഇതിനിപ്പോൾ ടയേർഡാണെന്ന് നോക്കണേ, നിനക്ക് ടയേർഡായിട്ട് കാണപ്പെടണോ? അതാണോ നിൻ്റെ ആവശ്യം? ഡു യു വോണ്ട് ടു ലുക്ക് ടയേർഡ്? അതനുസരിച്ച് ഞാൻ ഉത്തരം പറയാമല്ലോ. മനസ്സിലാവേണ്ടത് ഞാൻ കുറച്ചുകൂടി ഒന്ന് ലെവലപ്പ് ചെയ്തിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് പ്രശ്നമാകുന്നുണ്ടോ അതോ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഡു യു വോണ്ട് ടു വെച്ചിട്ട് വേറെ പല സെൻറ്റൻസുകളും ഉണ്ടാക്കാം. ഡു യു വോണ്ട് ടു ഗോ ഔട്ട്? പുറത്ത് പോകണം നിങ്ങൾക്ക്. ഡു യു വോണ്ട് ടു ഗോ ഔട്ട്? ഡു യു വോണ്ട് ടു ലുക്ക് ടയേർഡ്? ടയേർഡായിട്ട് കാണപ്പെടണോ നിങ്ങളെ? ഡു യു വോണ്ട് ടു ലുക്ക് ടയേർഡ്? ഓക്കെ, ഒന്നുകൂടെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം ഇടുക. ഞാൻ ഒരു ഡ്രാമയിൽ അഭിനയിക്കാൻ പോവാം.
നമ്മുടെ എന്താ പറയുക സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ കോമ്പറ്റീഷൻ. അപ്പം നമ്മുടെ ക്ലാസ് ഒരു ഡ്രാമ അവതരിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണം. അപ്പം ഞാനൊരു വളരെ തടിയുള്ളൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് വേഷം കെട്ടേണ്ടത്. അപ്പം ഞാൻ കുറേ ഇങ്ങനെ സാരിയൊക്കെ കെട്ടി 2-3 ചുറ്റൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോയിട്ട് എൻ്റെ ഫ്രണ്ട് അടുത്ത് പറയാം, ഡു ഐ ലുക്ക് ഫാറ്റ്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആകെ ഇത് ഇവള് എന്തിനിപ്പോൾ ഇങ്ങനെ ചോദിക്കണേ, ഇവള് ഫാറ്റാണെന്ന് പറഞ്ഞാൽ ഇവൾക്കിനി എന്നോട് ദേഷ്യം പിടിക്കുമോ, അതോ ഇവൾക്കിനി ഫാറ്റ് ആവണോ, ഇവൾ കുറേ കെട്ടിയൊക്കെ വെച്ചിട്ടുള്ള സമയത്ത് ഇത് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എന്താ നിങ്ങൾ ഉത്തരം പറയാം. ഞാൻ നിങ്ങൾ ചോദിക്കാം, ഡു ഐ ലുക്ക് ഫാറ്റ്? നല്ല ആവേശത്തോടെ ഞാൻ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. എന്താ പറയുക, നിനക്ക് ഫാറ്റായിട്ട് കാണപ്പെടണോ? അത് ഒന്ന് കമൻറ്റ് ചെയ്യും. അത് ഒന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മറ്റേ സെൻറ്റൻസ് മനസ്സിലായോ? ഡു ഐ ലുക്ക് ടയേർഡ്? ഡു യു വോണ്ട് ടു ലുക്ക് ടയേർഡ്? അതുമാതിരി ഡു ഐ ലുക്ക് ഫാറ്റ്? ഓക്കെ. അടുത്തത്, നീ ചിക്കൻ കഴിക്കാറുണ്ടോ? അങ്ങനെ പറഞ്ഞു. നമ്മളിപ്പോൾ പഠിച്ചത് ഡു യു ഈറ്റ് ചിക്കൻ? ഭക്ഷിക്കുക, കഴിക്കുക, ഈറ്റ്, അല്ലെങ്കിൽ തിന്നുക, ഈറ്റ്. ഡു യു ഈറ്റ് ചിക്കൻ? അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കാറില്ല, അപ്പോൾ ഇവൻ ചിക്കൻ കഴിക്കില്ലേ? അത് ശരി, എനിക്ക് ചിക്കൻ കഴിക്കാത്ത ആരും എൻ്റെ കൂട്ടിനില്ലേ ഇവിടെ. അപ്പോൾ ഞാൻ ചോദിക്കുക, അവളെങ്ങനെയാണ്, അവൾ ചിക്കൻ കഴിക്കാറുണ്ടോ? അങ്ങനെ അറിയാം. അവിടെയാണ് നമ്മൾ ഡഷി ഡസി. അപ്പോൾ അവൾ ഷീ അല്ലേ, ഡഷി ഈറ്റ് ചിക്കൻ, ഡഷി ഈറ്റ് ചിക്കൻ. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഡസ് ഷീ ഈറ്റ് ചിക്കൻ എന്നൊന്നും ഈ ലോകത്ത് ആരും പറയില്ല. ഇത് എടുത്ത് ഇങ്ങനെ പറയാൻ പഠിപ്പിക്കുമ്പോഴാണ് പറയുക. അല്ലാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ പോവല്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ ഡസ് ഷീ ഈറ്റ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്തിരി പാടുപെടും, നമുക്ക് തന്നെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊരു ചെറിയ ഫ്രേസ് ഞങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഡഷി ഡസി, ഡു യു, ഡു വി, ഡു ദേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഡഷി ഡസി മറക്കില്ലല്ലോ. ഈ ഡസ്സാണ് എപ്പോഴും പാട്, അതുകൊണ്ടാണ് ഞാൻ ഡഷി ഡസ്സിനെ പ്രത്യേകം എടുത്ത് പറയണത്. ഡഷി ഈറ്റ് ചിക്കൻ, ഡഷി ഈറ്റ് ചിക്കൻ, ഇനി മറക്കരുതേ. ഇനി അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, മോനെ നീ കഴിക്കില്ല എന്ന് പറഞ്ഞു, എനിക്ക് കഴിക്കാത്ത ആരെങ്കിലും എൻ്റെ കൂട്ടിന് വേണം, അവൾ കഴിക്കുമോ? അപ്പോൾ ചോദിക്കുമ്പോൾ അവൻ പറയാം, നീ അവളോട് പോയി ചോദിക്കേ, എന്നോട് ചോദിച്ചിട്ട് എങ്ങനെ അറിയാനാ? അപ്പോൾ നിനക്ക് അവളോട് പോയി ചോദിക്കാമല്ലോ, അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയാം, യു ക്യാൻ ആസ്ക് ഹർ, യു ക്യാൻ ആസ്ക് ഹർ, നിനക്ക് അവളോട് ചോദിക്കാം, യു ക്യാൻ ആസ്ക് ഹർ. അപ്പോൾ യു ക്യാൻ ആസ്ക് ഹർ. ഈ ക്യാൻ വരുമ്പോൾ അവിടെ യുവോ ഷീയോ ഹീയോ ഇറ്റോ ആരാണെങ്കിലും ക്യാൻ തന്നെ വരും, ഒന്നും മാറില്ല കേട്ടോ. യു ക്യാൻ ആസ്ക് ഹർ, അവളോട് ചോദിക്കാം. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ഇതുപോലത്തെ പറഞ്ഞു തരട്ടെ. ഡസ് ഷി ഡാൻസ്? ഡസ് ഷി ഡാൻസ്? അവൾ ഡാൻസ് കളിക്കാറുണ്ടോ? അപ്പോൾ അവളുടെ അമ്മയോട് ചോദിച്ചോളൂ എന്ന് പറയും. അവളുടെ അമ്മ അത് അവിടെ നിൽക്കുന്നുണ്ട്, ചോദിച്ചാൽ മതി ആൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള. അവളിപ്പോൾ കുറച്ച് ബിസിയാണ്, അപ്പോൾ അവളോട് ചോദിക്കാൻ പറ്റില്ല. അവളുടെ അമ്മയോട് പോയി ചോദിച്ചോളൂ, അവിടെ ഉണ്ടല്ലോ ആൾ, അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ഉത്തരം പറഞ്ഞേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കേട്ടോ, അവൾ ചിക്കൻ കഴിക്കാറുണ്ടോ? യു ക്യാൻ ആസ്ക് ഹർ, അവളോട് ചോദിച്ചൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവളുടെ അമ്മയോട് പോയി ചോദിക്കാമല്ലോ. അതെങ്ങനെയാ പറയാം, കോമെൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോരോ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. അടുത്തത്, നീ വലിക്കാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. ഡു യു സ്മോക്ക്? സ്മോക്ക് എന്നൊന്നും പറയരുത് കേട്ടോ, സ്മോക്ക്. ഓ, അങ്ങനെ ഒരു സൗണ്ട് അവിടെ വരണം. ഓ എന്ന് വെച്ചാൽ ഈ താഴത്തെ താടിയില്ലേ, ഒന്നിങ്ങനെ താഴത്തേക്ക് വരണം. നമ്മൾ ഈ മലയാളം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ സംസാരിക്കുക. ഇംഗ്ലീഷിൽ നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാത്തതിനുള്ളൊരു പ്രശ്നം നമ്മൾ ഈ താടി അങ്ങനെ താഴത്തേക്ക് വിടാത്തതാണ്. ഡു യു സ്മോക്ക്? ഓ, ഡു യു സ്മോക്ക്? അപ്പോൾ അവൻ വലിക്കാറുണ്ടോ? അങ്ങനെ പറയും. ഡഷി ഡസി, ആരാണ് വരിക? ഡസി. ഡസി സ്മോക്ക്? എൻ്റെ മുന്നിൽ വലിക്കാറില്ല. വേറെ എവിടെയെങ്കിലും വലിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മുന്നിൽ വലിക്കാറില്ല. എങ്ങനെ പറയാം? നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് വെച്ചാൽ എൻ്റെ മുന്നിലല്ല ചെയ്യാറില്ല എന്ന് പറയാൻ. ഇത് ഫുൾ സെൻറ്റൻസ് അല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരമായിട്ട് കാഷ്വലായിട്ട് ഇങ്ങനെ ഉത്തരം കൊടുക്കുക എന്നുള്ള ചില എക്സാമ്പിൾസ് ആണ്. എൻ്റെ മുന്നിൽ വലിക്കാറില്ല, നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇത് ഫുള്ളി പറയണമെങ്കിൽ ഡസ് ഹി ഡസിൻറ്റ്, എൻ്റെ നെഗറ്റീവ് ഡസിൻറ്റ്, ഹി ഡസിൻറ്റ് സ്മോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് പറയാം. അല്ലെങ്കിൽ ചുരുക്കി പറയണമെങ്കിൽ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നോട്ട് നോട്ടല്ല, നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ, നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഓക്കെ. ഇനി നീ അവളെ എല്ലാ ദിവസവും കാണാറുണ്ടോ? അങ്ങനെ പറഞ്ഞു. ഡു യു സീ ഹർ എവറി ഡേ? അവൻ അവളെ എല്ലാ ദിവസവും കാണാറുണ്ടോ? അതിങ്ങനെ ചെയ്യും. ഭയങ്കര ഒരു കഷ്ടപ്പാടാണ് എല്ലാ ദിവസവും അവൻ അവളെ കാണുന്നുണ്ടെങ്കിലേ. ഡസ് ഹി സീ ഹർ എവറി ഡേ? ചിലപ്പോൾ കാണാറുണ്ടാവും, മേ ബി ഹി ഡസ്. ചിലപ്പോൾ കാണാറുണ്ടാവില്ലായിരിക്കും, മേ ബി ഹി ഡസിൻറ്റ്. ആർക്കറിയാം, ഹൂ കെയർസ്? അല്ലെങ്കിൽ ആരിതിനെക്കുറിച്ചൊക്കെ പുറകെ പോകണു? അവൾ ചിലപ്പോൾ അവിടെ എല്ലാ ദിവസവും കാണാറുണ്ടാവാതിരിക്കാം. ആരിതിനെക്കുറിച്ചൊക്കെ പുറകിൽ നടന്ന് അത് അന്വേഷിക്കണു? ഹൂ കെയർസ്?
ഇതൊക്കെ എങ്ങനെയല്ല നമ്മൾ സാധാരണ മറുപടി പറയാം. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ടീച്ചർമാരുടെ അടുത്ത് ഇങ്ങനെ പറയല്ലേ, മേ ബി ഹി ഡാസ്, മേ ബി ഹി ഡാസ് ഇൻ, ഹൂ കെയർസ്, ആരാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകെ പോണേ? ഓക്കെ, മനസ്സിലായോ? അടുത്തത്, അവൻ അവൾ അറിയോ, അങ്ങനെ പറയും. നിനക്ക് അവളെ അറിയോ, അങ്ങനെ പറഞ്ഞു. ഡു യു നോ ഹർ, ഡു യു നോ ഹർ. അവന് അവളെ അറിയോ, ഡസ് ഹി നോ ഹർ, ഡസ് ഹി നോ ഹർ. നീ അവളോട് പോയി ചോദിക്കണം ആ കാര്യം, എനിക്കറിയില്ല, അവളവിടെ നിൽക്കുന്നുണ്ടല്ലോ. യു ഷുഡ് ആസ്ക് ഹർ, അല്ലെങ്കിൽ യു കെൻ ആസ്ക് ഹർ, രണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഈ ഷുഡും ക്യാനൊക്കെ ഇവിടെ വരുന്നതെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അല്ലെങ്കിൽ എൻ്റെ ഈ ഷുഡും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ സീരീസ് ഇല്ലേ, 16 വീഡിയോ ഉള്ളത്, അതൊന്ന് കണ്ടു തീർത്താൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പം ഞാനിങ്ങനെ കാഷ്വലി ഉപയോഗിക്കാവുന്ന കുട്ടി കുട്ടി സെൻറ്റൻസുകളാണ് ഈ സീരീസിൽ കവർ ചെയ്യണത്. ഇതിൻ്റെ ഒപ്പം ആ സീരീസും കൂടെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് കോഴ്സ് വേണമെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവന് അവളെ അറിയോ, അവന് അവളെ അറിയോ, ഡസ് ഹി നോ ഹർ, അവൾക്ക് അവനെ അറിയോ, എനിവേ ഡഷി, ഡഷി നോ ഹിം, അവനെ, ഹിം ഡഷി നോ ഹിം. അപ്പോൾ ഡഷി അവനാണ് ചെയ്യുന്നതെങ്കിൽ, അവനാണ് അറിയോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസി, അവൾക്കാണെങ്കിൽ ഡഷി, അങ്ങനെ ഓർത്താൽ മതി. നീ അവളോട് ചോദിക്കണം, യു ഷുഡ് ആസ്ക് ഹർ. അവളോട് ചോദിക്കണം, യു ഷുഡ് ആസ്ക് ഹർ. അപ്പോൾ നീ അവനോട് ചോദിക്കണം എന്നാണെങ്കിലോ കോമെൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തത്, നിനക്ക് അവളെ അറിയോ, ഡു യു നോ ഹർ. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, അങ്ങനെ പറയാം. ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. എനിക്ക് അവളെ ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതിരിക്കല്ലേ, എനിക്ക് നിന്നോട് എന്തിനാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറയണേ, അല്ലേ? ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് നിന്നോട് പറയേണ്ട താല്പര്യമില്ല. എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനത് താല്പര്യമില്ല. ഐ വോണ്ട് ടു എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. അവൻ്റെ അടുത്ത് എന്തിനാണ് നമ്മുടെ കാര്യങ്ങൾ പറയണേ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് പറയാം, ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. നിങ്ങൾക്കതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതൊന്ന് പറയൂ, മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇതൊക്കെ യൂസ്ഫുൾ സെൻറ്റൻസ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായാലേ ഇതിനൊക്കെ ഉപകാരമുള്ളൂ. അതൊന്ന് പറയണേ. എങ്ങനെ പറയാം? യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഐ അണ്ടർസ്റ്റാൻഡ് ദീസ് സെൻറ്റൻസസ്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് സെൻറ്റൻസസ്. അതെങ്ങനെ പഠിച്ചേക്കണേ. ഐ അണ്ടർസ്റ്റാൻഡ് ദീസ് സെൻറ്റൻസസ് മനസ്സിലാവില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് സെൻറ്റൻസസ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും മനസ്സിലാവാത്തത്. നിങ്ങൾ ഒന്നുകൂടെ കാണുക കേട്ടോ. കാരണം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ടൊരു കോൺസെപ്റ്റ് കാണുമ്പോൾ ഇത്തിരി ടഫായിരിക്കും. ഇത്തിരിയോടെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവളെ അറിയോ നിനക്ക്, ഡു യു നോ ഹർ. എനിക്ക് നിന്നോട് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഇത് തന്നെ ഒരാൾ നിങ്ങളുടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ വേറൊരു കോണ്ടെക്സ്റ്റിൽ, ഓരോ കോണ്ടെക്സ്റ്റ് സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മുടെ റിപ്ലൈസ് മാറല്ലോ. ഒരാൾ വന്ന് നമ്മൾ ചോദിക്കുക, എടാ അവൻ അവളെ അറിയോ, എങ്ങനെ ചോദിക്കാം? അവന്, അതുകൊണ്ട് ഡസ് ഹി നോ ഹർ. അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നീ അവളുടെ അടുത്ത് പോയി ചോദിക്കേ, യു ഷുഡ് ആസ്ക് ഹർ. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ്. അപ്പോൾ ഇവനിങ്ങനെ അവളോട് ചെറിയൊരു ക്രഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കാം, നിനക്ക് അവളറിയോ. ഇനി ഇവൻ എൻ്റെ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡു യു നോ ഹർ, ഡു യു നോ ഹർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. അപ്പോൾ നമ്മൾ പണിയിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ ഇവന് വിടുന്നില്ല. നമ്മുടെ ഫ്രണ്ടാണ്, പക്ഷേ എന്താ പറയുക, സഹിക്കണ്ടേ. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് അതിനെക്കുറിച്ച് നിന്നോട് പറയാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞേ, ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. നമ്മൾ ഭയങ്കര വർക്ക് കേട്ടോ. അപ്പോൾ അവൻ അവളെ അറിയാമെന്ന് ചോദിക്കുമ്പം അവളോട് പോയി ചോദിക്കാൻ പറഞ്ഞു, യു കെൻ ആസ്ക് ഹർ. നിനക്ക് അവളെ അറിയുമെന്ന് ചോദിച്ചപ്പം എനിക്ക് പറയാൻ താല്പര്യമില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിക്കുകയാണ്, നിനക്ക് അവളെ അറിയില്ലേ. ഇവൻ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മറുപടിയും തരാത്തേന്ന് വെച്ചിട്ട്, നിനക്ക് അവളെ അറിയില്ല എന്നാണോ നീ പറയണേ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, നിനക്കിനി അറിയില്ല എന്നാണോ ഇങ്ങനെ പറഞ്ഞേ. ഡോണ്ട് യു നോ ഹർ. ഓ, നീ അത്രയ്ക്കായോ, നിനക്ക് അവളെ അറിയാമെന്ന് എനിക്കറിയാടാ, ഡോണ്ട് യു നോ ഹർ ചോദിക്കണേ. അപ്പം നമുക്കിങ്ങനെ ക്ഷമ നാശിച്ചു. അപ്പോൾ നമ്മളെന്താ പറയുക, എന്നെ ശല്യപ്പെടുത്തൊന്ന് നിർത്തുമോ, ഒന്ന് ഉപദ്രവിക്കാതെ പോവോ, അങ്ങനെ പറയില്ലേ. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാം ഉണ്ടാക്കാൻ. സ്റ്റോപ്പ് കിക്കിങ് മീ എന്നൊക്കെ പറയില്ലേ, എന്നെ ചവിട്ടുന്ന് നിർത്തൂ. അതുപോലെ എന്നെ ഉപദ്രവിക്കുന്നതൊന്ന് നിർത്തൂ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വടി എടുത്തൊന്നും തല്ലല്ല, ഇങ്ങനെ പറഞ്ഞ് ഉപദ്രവിക്കില്ലേ, അതിന് നമ്മൾ ഒരു വാക്ക് പറയും ബഗ്, ടു ബഗ് സമ്മൺ. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പുതിയതായിരിക്കാം അല്ലേ, ബഗ് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷേ സ്റ്റോപ്പ്
ചവിട്ടുന്നത്, തൊഴിക്കുന്നത്, കിക്കിങ്, സ്റ്റോപ്പ് കിക്കിങ് മീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? സ്റ്റോപ്പ് ഡാഷ് മീ. വാക്ക് ബഗ് എന്നാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കുക. ഡോണ്ട് യു നോ ഹർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറകെ ഇങ്ങനെ പിന്നി നടക്കുമ്പോൾ സ്റ്റോപ്പ് മീ. അപ്പോൾ അതാണ് ഇന്നത്തെ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു, യൂസ്ഫുൾ സെൻറ്റൻസസ് ആയിരുന്നു എന്ന് വിചാരിക്കണു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായില്ല, ഇതൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കമൻറ്റിൽ ഇടണം കേട്ടോ. മലയാളത്തിൽ എഴുതിയിട്ട് അങ്ങനെ സൗകര്യപ്രദമായിട്ട് ഇടണ്ട. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ മാത്രമല്ല, ആ സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കി ഇടാൻ ശ്രമിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡിഫറൻസ് വരും. നമ്മളിതിനെ പേടിച്ച് പകച്ച് ആ കടലിൻ്റെ കരയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുട്ടിയായി അവിടെ തന്നെ ഇരിക്കും. നമുക്ക് എടുത്ത് ചാടണം. ഞാൻ നിങ്ങളെ പിടിച്ചോളാം മുങ്ങാതെ കേട്ടോ. അപ്പോൾ എടുത്ത് ചാടിക്കോളൂ, എല്ലാവരും എഴുതിക്കോളൂ ഇംഗ്ലീഷിൽ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.